നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, സൗദി അറേബ്യയിൽ നാളെ റമദാൻ 1 പ്രഖ്യാപിച്ചു. കേരളത്തിൽ മറ്റന്നാൾ റമദാൻ തുടങ്ങുമെന്നും പ്രഖ്യാപിച്ചു. ഒരച്ഛന് 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മകനോട് പറഞ്ഞ് മോൻ പോയി തോട്ടം നനക്കാൻ. ഞാൻ പോകാച്ചാന്ന് പറഞ്ഞ് അവൻ പോയില്ല. രണ്ടാമത്തോട് പറഞ്ഞ് തോട്ടം നനക്കുക. അവൻ പറഞ്ഞു ഞാൻ പോകില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും മാന്യത എന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞവൻ സത്യം പറഞ്ഞവനാണ്. പക്ഷെ അച്ഛനെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ആദ്യത്തെ മോൻ പറഞ്ഞ് ഞാൻ പോകാം, പക്ഷെ പോയില്ല. അതിൻ്റെ ഒരു തള്ളിയാണോ പുള്ളിയാണോ മൂത്തത്, അണ്ടിയാണോ മാവാണോ മൂത്തത് എന്ന് പറയും പോലെയുള്ള ചോദ്യങ്ങളൊക്കെ പറയാൻ കാരണം ഉസ്താദ് കാന്തപുരവറുകൾ അവിടെ ചെന്ന് മോഡിജിയുടെ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷ എന്ന് പറഞ്ഞു. ഒരു തെറ്റുള്ളതിൽ കാന്തപുരത്തിൻ്റെ ഗ്രൂപ്പും സുരക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു പരിധിയിൽ ശരിയാണ്. മറ്റത് ലോക മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് സുരക്ഷമല്ല. അതിന് പല ഉദാഹരണങ്ങൾ കണക്കുദ്ദേശം പറഞ്ഞു വെറുതെയല്ല. എന്തോട്ടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് ഇവിടുത്തെ മുസ്ലിങ്ങളോടും മറ്റെല്ലാവരോടും പറയണം. നമ്മൾ തള്ളയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഗോത്രം നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് എൻ്റെ തള്ള എൻ്റെ ഗോത്രമല്ലേ, അവിടെ നിന്നാണ് ആ തള്ളയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഞാൻ ഗോത്രം നോക്കിയിട്ടുള്ള കാര്യമുണ്ടോ? കാരണം എൻ്റെ ഗോത്രം അവർ ഒന്ന് തന്നെയല്ലേ. അതുപോലെ സംഘപരിവാർ ഫാസിസ്റ്റായാലും വർഗീയവാദം തീവ്രവാദമായാലും ഒക്കെ ആണെങ്കിലും ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുകയാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഇല്ല, കുറച്ച് പേര് ചേർന്നാണ്. എന്നിട്ട് അത് ആ പാർട്ടി കൊള്ളൂല്ല, ആ ഭരണത്തെ കുറ്റം പറയാന്നല്ലാതെ ആ പാർട്ടി കൊള്ളൂല്ല, അവർ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ്? അപ്പോൾ ഇന്നൊരു മഹാൻ പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ വെറുപ്പുകൊണ്ട് നിഷിദ്ധമാക്കി. അതാണ് മുസ്ലിം സമുദായം ഒരു പരിധിവരെ പുറകോട്ടുള്ള കാലത്ത് ഒരു കാരണം എന്ന് പറയും. അതിൽ സത്യമില്ലായില്ല. പിന്നെ വേറൊരു കാര്യം പറയും, കാന്തപുര ഉസ്താദ് അറിയാലോ ഒരു ഭൗതികമായിട്ടുള്ള അല്ല, ഒരു ആത്മീയ ഗുരു എന്നല്ലെങ്കിൽ ആത്മീയ വശം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അത്ര ഒരു വാചകസ തട്ടി പറയില്ല. മറിച്ച് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഉരുണ്ട് കളിക്കും. ഇപ്പം നമ്മുടെ പല കേരളത്തിലേക്ക് പല നേതാക്കളും ഉരുണ്ട് കളിക്കണ്ടില്ലേ. ഇദ്ദേഹം ഉരുണ്ട് കളിക്കാതെ അത് സത്യം പറഞ്ഞു. അത് തെറ്റായിപ്പോയി തന്നെയാണ് പറയേണ്ടത്. അതിൽ ഒരു കാര്യം പറയാം, അദ്ദേഹം പെണി നിൽക്കുന്ന അർത്ഥമില്ല. മുസ്ലിം സമുദായത്തോട് ഞാൻ നേരത്തെ ഞങ്ങൾ ഗ്രൂപ്പ് പറഞ്ഞു, അതായത് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ UDF മുന്നണിയിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ എനിക്കിത് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഗ്രൂപ്പ് പറയുന്നത് ഞാൻ എൻ്റെ വായിൽ കൂടി പറയാം. ഇവിടെ 99.9% വോട്ടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കാണ് മുസ്ലിങ്ങൾ കൊടുത്ത് കഴിഞ്ഞ ഇലക്ഷൻ വരെ. BJP വന്നതിന് ശേഷം അല്ലെങ്കിൽ BJP വരുന്ന ഇലക്ഷൻ മുമ്പ്. പക്ഷെ എന്നിട്ട് അതിൻ്റെ ഒരു പരിഗണന ഈ സമുദായത്തിൽ കൊടുത്തിട്ടില്ല. എൻ്റെ ഗ്രൂപ്പും പിന്നെ എൻ്റെ അറിയിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികൾ അറിയിക്കുന്ന കാര്യം ഞാനീ പറയുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയല്ല തന്നെ. BJP സഖ്യം ഉണ്ടാക്കുക തന്നെയാണ് ഞങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായം. അത് ഞാൻ മുന്നിൽ നിൽക്കുന്ന ആളില്ല. പക്ഷേ ഗ്രൂപ്പ് പറയുന്നത് ഞാൻ പറയുന്നത്. ഇപ്പം ഒരൊറ്റ കേരളത്തിലെ ഒറ്റ കാര്യം പറയാം. ആകെ കേരളത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് എന്തെല്ലാം അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ജനറൽ കൺവീനർ, സെക്രട്ടറി, ചെയർമാൻ എല്ലാം ഒരു സമുദായത്തിൽ കൊടുത്ത് ക്ഷീണമായിപ്പോയി എന്ന് പറഞ്ഞ് ഭരണം പോയില്ലോ. പിന്നെ അറബിക് സർവകലാശാല തുടങ്ങാതിരുന്നത് അതെല്ലാം കൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞ 2 ടൈമിൽ പോയത്. പക്ഷെ അതൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ലീഗിനോ അതൊന്നും മനസ്സിലാകുന്നത്. എന്തുകൊണ്ട് അറബിക് സർവകലാശാല 10,000 പേര് പോലും സംസാരിക്കാത്ത ഒരു ഭാഷയാണ് ഇവിടെ കേരളത്തിൽ സംസ്കൃതം. ആ സംസ്കൃതത്തിന് ഒരു സർവകലാശാല കാലം തുടങ്ങി. ഒരു തെറ്റുമില്ല, ഏത് ഭാഷ ആര് പഠിക്കും തെറ്റില്ല. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? അതേ മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി അയക്കുമ്പോഴല്ലോ സച്ചാർ കമ്മിറ്റി പറയുകയും പാലളി മമ്മൂട്ടി അനുവദിക്കുകയും ചെയ്ത്. എന്നിട്ട് എന്തുകൊണ്ട് അറബി സർവകലാശാല തുടങ്ങിയില്ല? അങ്ങനെ മുസ്ലിങ്ങൾ മാറിയൊക്കെ അവരടുത്ത് അത് തിരുത്തി വന്ന് അപ്പോഴാണ് ഇപ്പോൾ കിട്ടിയത്. അവരിപ്പോഴും മുസ്ലിങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയും, ഇന്നലെ ഇപ്പോൾ എന്ത് വന്നാലും ഈ 10%, 15% ക്രിസ്ത്യൻ സമുദായികളും 10% ഒഴിവാക്കി 5% കൺവേർട്ട് ക്രിസ്ത്യനാണ്.
അതിപ്പോൾ സിപ്പിൽ സണ്ണി കപിളിന് ഒരു സീറ്റ് കൊടുക്കണം, വൈക്കം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പൂർണ്ണ തീർന്ന് ബാക്കി 10% ഉള്ളൂ. ആ 10% ഞാൻ പോലെ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് KPC കാലത്ത് 95 സീറ്റും അവർക്ക് കൊടുത്ത് ബാക്കി 30 സീറ്റാണ് ബാക്കി 90% പേർക്ക് കൊടുത്ത് ഭരണം പോയി. അത് കഴിഞ്ഞ് അന്ന് രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇരിക്കുമ്പോൾ, സോണിയാഗാന്ധി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, 10 ഉന്നത സ്ഥാനങ്ങൾ കൊടുത്തതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മാറ്റി നിർത്തിയാൽ, പിന്നെ കാശ്മീരിലെ ആ തൊപ്പിക്കാരൻ പുള്ളിയെ മാറ്റി നിർത്തിയാൽ, പിന്നെ ഗാർഗിയെ മാറ്റി നിർത്തിയാൽ ബാക്കി 6 പേര് ഈ കൊച്ചു കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം മതം കത്തോലിക്ക് തന്നെ. ലത്തിക്കത്തിലുണ്ട്, ക്രിസ്ത്യൻ കത്തിലുണ്ട്. ഞാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, അർഹതയാണ്. പക്ഷേ ഇലക്ഷനിൽ വോട്ട് നോക്കണ്ടേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ സാംസ്കാരിക വേദി ഉപയോഗിച്ച് അതും കൊടുക്കുന്നു ഒരു അച്ചായന്, ഒരു ക്രിസ്ത്യാനിസം. എല്ലാം ഇങ്ങനെ ആകെ 10% നിങ്ങൾ 90% ഭാരവാഹിത്വം സ്ഥാനമാനങ്ങൾ കൊടുത്താൽ മണ്ടന്മാരായ കോൺഗ്രസ്സുകാരെ, ആ UDF നിങ്ങൾ എവിടുന്ന് വോട്ട് കിട്ടിയിരിക്കാന്ന് ശക്തമായ ഒരു അഭിപ്രായം പൊന്തി വരുന്നുണ്ട്. ശക്തമായ അഭിപ്രായം 23% വരുന്ന ഈഴവനും 35% വരുന്ന മുസ്ലിം സമുദായം ചേർന്നാൽ 80% ആവും. 36 മുതൽ 80% കിട്ടിയാൽ ഇവിടെ ഈസിയായിട്ട് അവർ ഭരിക്കാം. കേരളത്തിൽ ഈഴവനും മുസ്ലിനും യോജിച്ചിരുന്നാൽ ആരും ആശ്രയിക്കാതെ കേരളത്തിൽ ഏകപക്ഷീയമായിട്ട് ഭരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അങ്ങനെ സാഹചര്യം നിലനിൽക്കെ അതിൽ മറച്ച് വച്ചിട്ടാണ് ഇവിടെ സംഘപരിവാറും പിന്നെ കോൺഗ്രസിലെ നേതാക്കളും പിന്നെ ക്രിസ്ത്യൻ സമുദായമൊക്കെ പിന്നെ പന്താടുന്നത്. ഒരു കാര്യം ഞങ്ങളുടെ ഗ്രൂപ്പ് ശക്തമായിട്ട് പറയാണ്, പെണിങ്ങാലും കൊള്ളാം, മുന്നിൽ പ്രവേശനം കിട്ടിയാലും കൊള്ളാം. 33 സീറ്റെങ്കിലും LDF ഈഴ വിഭാഗത്തിന് കൊടുക്കും. കാരണം 90% ഈഴവർ LDF കൂടി തരണം. 33 സീറ്റിൽ കൊടുക്കണം. ഞങ്ങളിതെല്ലാം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്യും. 47 സീറ്റുകളും മുസ്ലിം സമുദായത്തെ UDF കൊടുക്കണം. എന്തുകൊണ്ടാണ്? 97% UDF മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അവിടെ 90% വോട്ട് ചെയ്തതിൽ ഇവിടെ 97% കൊടുക്കുന്നുണ്ട്. അതല്ല 36% അല്ലേ. അപ്പോൾ 47 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF മുസ്ലിം സമുദായത്തിൽ ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ പറയില്ല, ഞങ്ങൾ ഗ്രൂപ്പിൽ പറയില്ല. കൊടുത്തില്ലെങ്കിൽ അപകടമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം നേതാവ് ഹസൻ സാഹിബിന് ഒരു സീറ്റ് കിട്ടിയ പിന്നെ യാതൊരു അന്വേഷണമില്ല, പുള്ളി ഹാപ്പിയായി. അടൂർ പ്രകാശ് പുള്ളിക്ക് സീറ്റ് കിട്ടിയ പിന്നെ ജീവൻ്റെ കാര്യം പുള്ളി നോക്കില്ല. അങ്ങനെ ഓരോരുത്തരും അതുപോലെ. ഇപ്പോൾ കുഞ്ഞാക്കക്ക് ലീഗിന് കുറച്ച് സീറ്റ് കിട്ടിയ പിന്നെ അവർക്ക് പ്രശ്നം, ഹാപ്പിയായി. ഞങ്ങൾ അധികം മക്കളുടെ കോഴി അകലത്തിൽ ചികയും എന്ന് പറഞ്ഞാൽ പല മക്കളുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അകലത്തിൽ കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് അകലത്തിൽ ചെയ്യണം. എൻ്റെ ഒരു സീറ്റോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി സീറ്റോ നോക്കിയാൽ പോരാ. ഞങ്ങൾ നോക്കുന്നില്ല, അത് കിട്ടാതിരിക്കട്ടെ. സമൂഹത്തിന് സാമൂഹ്യ നീതി വേണം, ഈക്വൽ വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതി. അത് വെച്ച് നോക്കുമ്പോൾ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കും. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് തെരഞ്ഞെടുപ്പ്, പഠന, തൊഴിൽ, പൊതു സ്വകാര്യ മേഖലകളിൽ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, ആനുപാതിക സംവരണം വേണമെന്ന്, ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വോയിസ് ഓഫ് ജസ്റ്റിസ് വർഷങ്ങളാണ്. അത് കൂടാതെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രയോഗം നടത്തിയല്ലോ. എന്താ പ്രയോഗം നടത്തിയത്? നായാടി മുതൽ ക്രിസ്ത്യാനി വരെ. ഞങ്ങൾ ഇതൊക്കെ മാറ്റി നായാടി കുറ്റമല്ല. കാരണം ഇവിടെ സംവരണം ആലോചിച്ച് നോക്ക്. കോൺഗ്രസ് നേതാക്കളും UDF കുഞ്ഞാക്കയും മറ്റേ ഇവിടെ ക്രിസ്ത്യാനിക്ക് സംവരണത്തിന് ഒരു വിഷയമില്ല. അവർക്ക് ഇരട്ടിൽ കൂടി കിട്ടുന്നുണ്ട്. നായർ സമുദായത്തിൽ ഒരു വിഷയം 3 ഇരട്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ദളിതുകൾക്ക് അവർ 10% കിട്ടുന്നുണ്ട്. ജനസംഖ്യ ആനുകൂല്യം കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടാത്ത 3 പേർക്കുണ്ട്. അത് 36% വരുന്ന മുസ്ലിങ്ങൾക്ക് 1/3 കിട്ടുന്നുള്ളൂ. 24% വരുന്ന ഈഴവത്തിന് പകുതി കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു 9% നായരാണ് കേരളത്തിലുള്ളെങ്കിൽ 9% ഈ OBC ഉണ്ട്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ആരാണ്? ആശാരി, മൂശാരി, കൊല്ലം തട്ടാനും പിന്നെ ധീവരൊക്കെ ചേർത്ത്. അവർക്ക് ഒരു പരിഗണനയില്ല. എത്ര നാളായെന്നറിയോ? ഇവിടെ നായർ സമുദായത്തിൽ അതേ ക്വാണ്ടിറ്റി എണ്ണം തന്നെ ആർക്കുണ്ട് ഇവിടെ? ഈ 9%. അപ്പോൾ ഈ 9% ചേർത്തുകൊണ്ട് ഫെഡറേഷൻ ഓഫ്
മുസ്ലിം ആൻഡ് ഈഴവ. അതിൻ്റെ ഫെമ എന്ന് പറയും, ഫോം എന്ന് വേണമെങ്കിൽ അത് ഉച്ചരിക്കാം. ആ അർത്ഥത്തിൽ ഒരു സംഘടന രൂപം കൊടുത്താൽ കൺവെൻഷൻ വിളിച്ചിട്ട് ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ്. അവരിൽ പറഞ്ഞ പ്രധാന മുദ്രാവാക്യം എന്താണെന്നറിയോ? 36% മുസ്ലിങ്ങൾ കിട്ടുന്നത് 1/3, 23-24% ഈഴവന് പകുതി കിട്ടുന്നുള്ളൂ. അത് 9% 3 ഇരട്ടി, 10% ഇരട്ടിയിൽ കൂടുതൽ ദളിതുകൾക്ക് കൂടുതൽ കുറവില്ല. ജനസംഖ്യക്ക് ആനുപാതികമായി 10% സഭയാണ് നേരത്തെ വെച്ചാൽ. ഇപ്പോൾ 10 ഇല്ല, അന്ന് 12 ഇപ്പോൾ ആകെ 10 1.5 + 8.5 10. ഇത് ശക്തമായിട്ട് തെരുവിലിറങ്ങും. അപ്പോൾ വെള്ളാപ്പള്ളി പോലെയുള്ള സമ്പന്ന വിഭാഗങ്ങൾ ഈഴവന് വേണ്ടി വാദിക്കുന്നില്ല. മുസ്ലിം ലീഗിലെ സമ്പന്ന വിഭാഗം മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ല. അവർ ലീഗലിൽ കുറേ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുള്ളൂ. ഞങ്ങൾ വാദിക്കുന്നത് മൊത്തം മുസ്ലിം സമുദായത്തിൽ, ഈഴ സമുദായത്തിൽ, പിന്നെ ഈ പറഞ്ഞ OBC-കാരുണ്ട്, ആശാരി മൂശാരി, ലക്ഷക്കണക്കാണ്. 9% എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം ഉണ്ടെന്നറിയോ? 4,4,30,36 ലക്ഷം. പെട്ട 30 ലക്ഷം. 30 ലക്ഷം അനുയായികളുള്ള ഈ OBC ആശാരി മൂശാരി വർഗ്ഗങ്ങൾ എത്ര MP-മാരുണ്ട്, എത്ര MLA-മാരുണ്ടോ കേരളത്തിൽ പാർലമെന്റിൽ? ഞങ്ങൾ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒതുക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ എന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ ഞാൻ 10,000 ആൾക്കാർ നമ്മളിതുപോലെ WP എടുത്തിട്ടുണ്ട്. അവരെല്ലാം പുറത്തു വരും, 10,000. 1-2 അല്ല. ഞങ്ങൾ നിസ്വാർത്ഥമാണ്. ഞങ്ങൾ യാതൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് സ്ഥാനമാകാനല്ല. ഈ 77 വർഷത്തെ ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ, സർക്കാരിൻ്റെ ഒരു പൈസ പോലും ആനുകൂല്യം പറ്റാത്ത, കഴിവിൻ്റെ പരമാവധി ടാക്സ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മൊയ്തീൻ ഷാ. ഒരാളുടെ ആനുകൂല്യം, ഒരു ചായ പോലും പാർട്ടി ഇപ്പോൾ നടത്തുന്ന ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ചിലർ മനസ്സറിഞ്ഞ് വിളിച്ച് ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഇല്ലെന്നല്ല, ബാക്കിയെല്ലാം ഞങ്ങൾ ചാല് വാങ്ങിച്ചു കൊടുക്കില്ല. ഒരു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഒരു സർക്കാരിന് ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല, പെൻഷൻ വാങ്ങുന്നില്ല, എനിക്ക് ഇവിടെ പെൻഷൻ വാങ്ങുന്നില്ല. അത് പണമടക്കാരനായതുകൊണ്ടല്ല, കാരണം എന്നേക്കാൾ അർഹതയുള്ളത് ഉണ്ടല്ലോ ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോടും പ്രത്യേക കടപ്പാടില്ല, ബാധ്യതയില്ല, ഒന്നുമില്ല. ആകെ കടപ്പാടുള്ള ആഗ്രഹമോ ദൈവത്തോടും പിന്നെ ജനങ്ങളുമാണ്. 2 ശക്തി ലോകത്തുള്ളത്. ഒന്ന് ജനശക്തി, മറ്റ് ദൈവശക്തി. ദൈവശക്തി നേരിട്ട് കാണാൻ പറ്റില്ല, ജനശക്തി കാണാം. ആ ജനശക്തിയുടെ മുമ്പിൽ പട്ടാളും പോലീസും എല്ലാം അടിയപ്പെട്ടു. അതാണ് ലോകനീതി. അതുകൊണ്ട് ഒരു നിലക്കും വിലക്കെടുക്കാനോ താഴ്ത്താനോ പറ്റില്ല. നീതിയുടെ ശബ്ദമാണ്. ജനങ്ങൾക്ക് നീതി ലഭിക്കണം, അത് തന്നെ ഒതുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, വെള്ളാപ്പള്ളി സഖാവ് അല്ല സാറ് സഖാവ് എന്ന് പറയും, SNDP സെക്രട്ടറിയായിട്ട് 35-36 വർഷം ചെയ്തിട്ട് ആ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ മുസ്ലിം കൊടുത്തോളല്ലേ? മുസ്ലിം കൊടുത്ത് എത്ര ഞങ്ങൾ പുറത്ത് കണക്ക് കാണിക്കാം. ഈഴവ സമുദായത്തിൽപ്പെട്ട ബുദ്ധിജീവിയായ നേതാക്കളെ കൊണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് പറയിപ്പിക്കും മുസ്ലിം സമുദായത്തിൽ കൊടുത്ത് എത്രയെന്ന്. വെള്ളാപ്പള്ളി സംശയമില്ലല്ലോ. കാരണം വെള്ളാപ്പള്ളി കാന്തപുരമൊക്കെ 10 പൈസ ഉണ്ടാക്കിപ്പോയി. ഞങ്ങളെപ്പോലല്ല, സമ്പന്നന്മാരാണ്. അവർക്ക് പലതും നോക്കാനുണ്ട്. ഈടിയെ ഭയപ്പെടണം, മറ്റു പലതും ഭയപ്പെടണം. അങ്ങനെ കേരളത്തിൽ പിണറായി സഖാവിനെ കൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും പെൻഡിങ്ങിൽ വെച്ചിട്ട് കേന്ദ്രത്തിലേക്ക് മകനെ വിട്ടുപോയെന്ന് ഞാനല്ല പറഞ്ഞത്, ഈഴ വിഭാഗത്തിലെ പഴയ SNDP നേതാക്കൾ പറഞ്ഞത്. അത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് അറിയാം, BJPക്കും അറിയാം, സംഘപരിവാറിനും അറിയാം, പിന്നെ വിജയ് സഖാവിനും അറിയാം. ഒക്കെ നിൽക്കക്കളിയില്ലാതാണ്. ഇപ്പം കാന്തപുരത്തിൻ്റെ കയ്യിൽ ഈ പിരിവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ്. ഈ ഒരു കാര്യം പറഞ്ഞ, മുസ്ലിം സമുദായത്തിലെ ചില ആൾക്കാർ ഫണ്ട് പിരിച്ച് മകളുടെ കല്യാണം സമ്പാദ്യം സ്വകാര്യം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തി മരിച്ചുപോയി ഒരാൾ മരിക്കുമ്പോൾ പറഞ്ഞറിയോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ 1 കൊല്ലം എൻ്റെ ഖബറിൻ്റെ അവിടെ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. 1 കൊല്ലം, ഒരു കൊല്ലം പിന്നെ ശിക്ഷണി മാറില്ലോ. ആത്മധൈര്യം ഉണ്ടെങ്കിൽ, തന്നെത്തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ പഠിച്ചുള്ള യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനും ഞാൻ പറയില്ല. ഞാൻ എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. എന്നിട്ട് ഖുർആൻ ഓതണ്ടെന്നല്ല, 1 വർഷം വരെ ഇരുന്ന് ഖുർആൻ എൻ്റെ ഖബറിൻ്റെ മുകളിൽ നിന്ന് ഓതണമെന്ന് പറഞ്ഞ് ആ മുസ്ലിം മരിച്ചുപോയി, പേര് പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഈമാനാണ്, എന്ത് പടച്ചുള്ള വിശ്വാസമാണ്? കാരണം പിരിവ് കിട്ടിയപ്പോഴേ എടുത്ത് കുറേയൊക്കെ മക്കൾ സമ്പാദിച്ചിട്ടുണ്ട്, കുറേ ഉണ്ട്. മറ്റൊന്ന് കൊല്ലത്ത്, പേര് പറയാം, കൊല്ലത്തൊരു മുസ്ലിയാർ നല്ല മനുഷ്യനാണ്, മരിച്ചു കഴിഞ്ഞപ്പോഴല്ലോ 10-60 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തോട് മറു ചെയ്യാൻ പറഞ്ഞാൽ
ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ? എവിടെ കിടന്ന് മരിച്ചതാ? ഞാൻ ആദ്യമായിട്ട് 5 ദിവസം സമയത്ത് കപ്പലിൽ പോയത്. അന്ന് UP ഒരു 90 വയസ്സ് ആൾ കപ്പലിൽ വെച്ച് മരിച്ച കടലിലേക്ക് ഇട്ട്. എവിടെ ഇട്ടെന്താ? അവർക്ക് ഈമാനം ഉണ്ടെങ്കിൽ അത് മതി. ഇത് ഈമാനില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ. അത് പിന്നെ ശക്തമായിരിക്കണം, ആത്മാർത്ഥമായിട്ടായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതില്ലാത്തതുകൊണ്ട് ഈ പരങ്കിലും 1 കൊല്ലം 2 കൊല്ലമൊക്കെ ഖുർആൻ ഓതാൻ പറ്റും. ഖുർആൻ ഓതുന്നല്ല സംശയമൊന്നുമില്ല, നമസ്കാരം നല്ല ഊതല്ല. ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം നല്ലതാണ് നമസ്കാരം, ഖുർആൻ ഓതലൊക്കെ, അത് തെറ്റില്ല. പക്ഷെ അത് ശിക്ഷ തെളിവ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അത്ര ശിക്ഷ ആണോ? അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, അവർക്ക് പോലും തൃപ്തിയില്ല. അതിലൊന്നാണ് ഈ കാന്തപുരമൊക്കെ. അല്പം സ്വല്പമൊക്കെ സംശയം ഇല്ലായില്ല. അവിടെ പല സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അറിയാമല്ലോ അവർക്ക്. അത് കാന്തപുരം മാത്രമല്ല, അങ്ങനെ എല്ലാം ഇപ്പം പിരിവിന് പോയപ്പോൾ കമ്മീഷനാണല്ലോ, 40% 30% കമ്മീഷനാണ്. അതുകൂടാതെ ഗൾഫിൽ കിട്ടുമ്പോൾ അവർക്ക് സ്വകാര്യമായിട്ട് ഇപ്പോൾ ഒരു അനാഥ മന്ദിരമുണ്ട് കോഴിക്കോട്. ആ ഒരു പിരിവ് നോമ്പ് കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ സൗദി ഗൾഫിൽ ചെന്നാൽ ആ പിരിവ് കൊടുക്കും. ഓരോ തന്നെ അതായത് അത്ര തന്നെ ഒരു പക്ഷേ അതിൽ കൂടുതലും ഇയാൾക്ക് സ്വന്തമായിട്ട് കൊടുക്കും, പരിചയത്തിൻ്റെ പേരിലേക്ക്. അവസാനം ആ മനുഷ്യനൊക്കെ അവിടെ ഇവിടെയും വരാട്ടോ, പടസ്വനെ കാത്തുരക്ഷിക്കട്ടെ. റോട്ടിൽ കിടന്നാണ് വാഹനാവർത്തി മരിച്ചത്. അനാഥ മക്കളുടെ പൈസയാണ്, അതിട്ട് കളിക്കരുത് ആരും. ഏത് കാൽകുതാത്താണ്ടി പറയാണ്, നിങ്ങൾ അനാഥ മക്കളുടെ പൈസ, അഗതികളുടെ പൈസ, നല്ല കാര്യത്തിന് വേണ്ടി ജനങ്ങൾ സദ്ക്ക ചെയ്ത പൈസ ഇട്ട് കളിക്കുമ്പോഴേ നിങ്ങൾ ഭക്ഷണം കഴിച്ച കുഴപ്പമില്ല. നിങ്ങൾ 2 ബെഡ്റൂം വീട് വെച്ചോ. മണിമാളിയ, ഇമ്പാലക്കാർ, ബെൻസ് കാർ, മാടവൻ അബൂക്കർ മുസ്ലിയായിട്ട് പെരുമ്പാവൂർ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഗുരുവാണ് മാടവൻ അബൂക്കർ. എത്ര വലിയ കാറിലാണ് നടന്നത്. വല്ലപ്പോഴേക്കും അംബാസിഡർ കാറിൽ പോകും അതിൽ കൂടുതൽ. അപ്പുറത്ത് തൊട്ടപ്പുറത്തുണ്ട് അബ്ദുൾ റസാഖ് മസ്താൻ, അദ്ദേഹം എത്ര വലിയ കാറിലാണത്. ഈ അബ്ദുൾ റസാഖ് ഇദ്ദേഹം സമുദായത്തിൽ മതപരമായിട്ട് ചിന്തയായി പോകുന്നു പറയണേ. അബ്ദുൾ റസാഖ് മസ്താനും മാടവൻ അബൂക്കർ മുസ്ലിയാരും, എൻ്റെ ശബ്ദങ്ങൾ മുസ്ലിം കൂടി ഉണ്ടാകണം. എടപ്പള്ളിയിൽ അബൂക്കർ മുസ്ലിയാരുണ്ട്. ഞാൻ 77 ഹജ്ജിന് ആദ്യമായിട്ട് പോയ സമയത്ത് അവിടെ ചെന്ന് അബൂക്കർ മുസ്ലിയാരെ കണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ തലയിൽ കഴിച്ചിട്ട് പോകാൻ ഹജ്ജിന് പോയി തിരിച്ചു വെട്ടേന്ന് പറഞ്ഞു. അറിയോ, അവിടെ പോകുന്നതല്ല അവിടെ മരിക്കാൻ ആഗ്രഹിച്ച പിന്നെ എന്ത് ചെയ്യും, ഗവൺമെൻറ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ വന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ഔലിയ മാത്രമല്ല, നല്ലൊരു സൂഫിയാണ്. അദ്ദേഹം അവിടെ എടപ്പള്ളി പള്ളിയിലെ തിണ്ണയിൽ വരാതിൽ തിണ്ണയിൽ ഇരിക്കും. ഈ അബൂക്കർ മുസ്ലിയാരും അബ്ദുൾ റസാഖ് മസ്താൻ തങ്ങളും രണ്ടുപേരും താഴെ ഇരുന്ന് ഗുരു ശിഷ്യനെ പോലെ ഇരുന്ന് ഈ അബൂക്കർ മുസ്ലിയാരെ പിന്നെ പ്രസംഗം അതുപോലെ സംഭാഷണം കേൾക്കും. അങ്ങനെയുള്ള സൂഫി വര്യന്മാരായിട്ടായിരുന്നു. അവരൊന്നും ബെൻസ് കാറിൽ പോയില്ല, അവരും ചരിത്ര പുസ്തകം എഴുതിയില്ല. വേറെ പലവരും കോടീശ്വരന്മാരായിട്ട്. എങ്ങനെയാണ് ഒരു അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി എങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ പറ്റുമോ കോടികൾ ഉണ്ടാക്കാൻ? എന്ത് കച്ചവടം ചെയ്തുണ്ടാക്കും നിങ്ങൾ കോടികൾ ഉണ്ടാക്കുന്നത്? ഈ പ്രവാചകന്മാരായ ഈ കള്ളപ്രവാചകന്മാരോട് ഞങ്ങൾ പറയുന്നറിയോ എങ്ങനെ കോടികൾ ഉണ്ടാക്കും? ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യയുടെ രജിസ്റ്റർ ചെയ്ത് വരുമാനം തരച്ച് ഇൻകം ടാക്സ് കൊടുത്തു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും വലിയ സമ്പാദ്യം ഉണ്ടാക്കില്ല. എത്ര വരുമാനം അത്ര ഇൻകം ടാക്സ് സർക്കാർ കൊടുക്കണം. അപ്പോൾ അതിലേക്ക് വെട്ടിച്ചുണ്ടാക്കുന്നത് അതുപോട്ടെ ഭൗതികം. ഞാൻ ആത്മീയത്തിൽ കിടക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ പിരിവരാണ് പിരിവെന്ന്? ആ പിരിവ് ബിൽഡിംഗ് പണിയണം, അല്ലെങ്കിൽ അതിന് ചിലവാക്കണം. അതിനടുത്ത് വലിയ കാറ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ഈ 50, 600, 1 കോടി വിലയുള്ള കാറ് നടക്കാൻ എവിടെ നടന്നു നിങ്ങൾക്ക്? ഇതുപോലെ വേറെ ഉസ്താദ് മരിച്ച പുള്ള ആരും മക്കൾ നടക്കുന്നല്ലോ 10, 100 കോടിയൊക്കെ ഒരു കാറിലാണ്. വെറും പള്ളിയിൽ ഇമാമ ജോലിയാണ്. ഒരു പള്ളിയിൽ ഇമാമ ജോലി കിട്ടി എന്ത് കിട്ടിക്കരുത്? 1 ലക്ഷം കിട്ടിച്ച മാസം, അത് 10,000, 15,000, 20,000 ഉള്ളൂ. എന്നാൽ ഈ 5-10 കോടി വിലയിലെ കാറ് നടക്കാൻ പറ്റും? എത്ര സുഖലോലുപരമായിട്ട് നടക്കും. സത്യം അള്ളാഹുവാണ് സത്യം. ഇതെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ വിശ്വാസിയല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവന് കള്ളു ഷാപ്പിൽ ഇറച്ചി അറുത്താൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികളിൽ അത് ഞാൻ നിർത്തി ഞാൻ വിഷയത്തിൽ കിടക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 47 സീറ്റ്, 47 സീറ്റ് മുസ്ലിങ്ങൾക്ക്, 33 സീറ്റ് ഈഴവർക്കും. ഈഴവർക്ക് കോൺഗ്രസ് കൊടുക്കാൻ നമ്മൾ പറയില്ല, കാരണം 90% ഈഴവർ എവിടെയാണ് LDF പോയേക്കാം. അപ്പോൾ പിന്നെ ഇവിടെ കൊടുത്തൊരു കാര്യമില്ല, അപൂർവം കൊടുത്താൽ. പക്ഷേ മുസ്ലിങ്ങൾ 97% UDF വോട്ട് ചെയ്ത് നിൽക്കുക. അപ്പം 47 സീറ്റ് മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ, 31 സീറ്റ് നിങ്ങൾ LDF നിങ്ങൾ ക്രിസ്ത്യൻ 7 വിഭാഗത്തിൽ കൊടുത്തില്ല എങ്കിൽ, ഞങ്ങൾ കണക്ക് നോക്കും ലിസ്റ്റ് കഴിയുമ്പോഴേ പാർട്ടി മുന്നിലേക്ക് ഏതോ ആട്ടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാണ്. ഇല്ലെങ്കിൽ അത് അതിൻ്റേതായ വഴിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ പറ്റിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാം. അത് സാധാരണക്കാരാണ്. നിങ്ങൾക്ക് അവർ ദൈവമായിരിക്കും. ഞങ്ങൾ ദൈവമല്ലാരോ, നേതാവിനെ അംഗീകരിക്കും.
അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബഹുമാനിക്കും, കുഴപ്പമില്ല. പക്ഷെ ദൈവമൊന്നുമില്ല. ഞങ്ങൾ കണക്കുകൾ ഉദ്ധരിക്കും, ഒരു സംശയ കാര്യത്തിലുണ്ട്, ഉദ്ധരിക്കും പറയുക. എന്നിട്ട് അതിന് പരിഹാരം എന്നത് ഇപ്പോൾ പറയില്ല, ശക്തമായ ഒരു പരിഹാരം ഉണ്ടല്ലോ, വ്യക്തമായ പരിഹാരമുണ്ട്, നീതിയുണ്ട്, അത് ചെയ്യും. ഇത് 10% ക്രിസ്ത്യൻ സമുദായത്തിൽ മുഴുവൻ ഭാരവാഹിത്വം, മുഴുവൻ സ്ഥാനമാനങ്ങളും. ഇന്നിപ്പോൾ അത് സിനിമാ നടൻ ജയനെ കൊണ്ടുവന്ന്, KC വേണുഗോപാൽജി ജയനെ കൊണ്ടുവന്നു, അപ്പുറത്ത് മല്ല കൊണ്ടുവന്ന്, പ്രേംകുമാർ കൊണ്ടുവന്ന്, പിന്നെ ഇവിടെ എന്താണ് CPM-ൻ്റെ ശശിയെ കൊണ്ടുവന്നത്. ആരെയും കൊണ്ടുവന്നാലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് സീറ്റിൽ കൊടുത്താൽ അത് കുഴപ്പമില്ല. 100 സീറ്റ് ജയിച്ച ബാക്കി 40 സീറ്റോളം ജയിക്കാത്ത സീറ്റ് അത് നിങ്ങൾക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിന്, ബാക്കി ഞങ്ങൾ ക്രിസ്ത്യാനിറ്റി പറയാത്ത കാരണം അവർക്ക് കിട്ടുന്നുണ്ട്, നായർക്ക് കിട്ടുന്നുണ്ട്, ദളിതിന് കിട്ടുന്നുണ്ട്. കിട്ടാത്ത 2 വർഗ്ഗമാണ് ഇവിടെയുള്ള ഈഴവനും മുസ്ലിമും. പിന്നെ മൂന്നാമത് വകുപ്പുണ്ടെന്നേ 9% വരുന്ന ഈ ആശാരി മൂശാരി വർഗം. അവർക്ക് ഞങ്ങളൊരു 50 വർഷം മുതൽ അവർ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആശാരി മൂശാരി, പത്മശാലിയ സംഘം, കുടുംബി സംഭവം, അങ്ങനെയൊക്കെ. പുലേസില്ല, കാരണം പുലർക്ക് 10% റിസർവേഷൻ ഉണ്ടാകും, പ്രശ്നമില്ല. പക്ഷേ അവർ ഉൾപ്പെടെ എടുത്തിട്ട് അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കണക്ക് നോക്കും, എന്നിട്ട് ചോദിക്കും, അതിന് വ്യക്തമായ പരിഹാരം കാണുകയും ചെയ്യും. അതിന് വഴിയുണ്ട്, മാർഗമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് എന്നെ എന്തെങ്കിലും നശിപ്പിച്ചു കളഞ്ഞാലും എൻ്റെ ഞാൻ വളർത്തിയെടുത്ത 10,000 കൊച്ചു കേരളത്തിലുണ്ട് ബുദ്ധിജീവികളാണല്ല, വെറുവാണികളല്ല. അവർ തേറ്റെടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ആർക്ക് ഫോളോ ചെയ്യാം, എൻ്റെ ഈ ഷാ വിഷൻ ചാനൽ ഫോളോ ചെയ്ത് നോക്ക്. ലണ്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ബെറ്റിൽ നിന്ന്, എവിടെ നിന്നെല്ലാമാണ് മെസ്സേജുകളൊക്കെ വരുന്നത്. അത്ര ശക്തമായി ഇത്ര തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമില്ലേ. ബാക്കി നമ്മുടെ എൻ്റെ നേതാവാണ് CMP-യുടെ ജോൺ സാർ, നല്ല മനുഷ്യൻ. അദ്ദേഹം തുടങ്ങി ആഴ്ച ദിവസമായിട്ടുള്ളൂ, അതിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാനിൽ ഒരു 1% സ്വയം പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, അത്ര അപൂർവമായിട്ടാണ്. അതാ അതിൽ അത് ആത്മാർത്ഥതയുണ്ട്, പ്രതിബദ്ധതയുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്കത് എൻ്റെ ജനങ്ങളോട്. അതുകൊണ്ട് മിനിയാന്നൊരു ദിവസം വെച്ചാൽ എനിക്ക് സങ്കടം വന്നു, അത് വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP നമുക്ക് പറയുന്നില്ല, കാരണം അവർ ഭരണത്തിലൊന്നും കെട്ടാണ് സഹിത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര ഒന്നും സാധ്യത കാണുന്നില്ല. കണക്കുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു 15% വോട്ട് കിട്ടാൻ സാധ്യതയില്ല. എല്ലാം ജയിച്ചോട്ടെ, എന്താ രജിസ്ട്രേഡ് പാർട്ടിയല്ലേ, രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, ജയിക്കട്ടെ, അടുത്ത കുഴപ്പമില്ലേ, അതും കുഴപ്പമില്ല. അപ്പോൾ കാന്തപുരം പറഞ്ഞ കാര്യം നിങ്ങൾ മുഴുവൻ എതിർക്ക് പറയേണ്ട, അതിൽ കുറച്ച് കാര്യം ഇല്ലായില്ല. പക്ഷെ അത് കുറച്ചുകൂടി തന്ത്രപരമായിട്ടും നയപരമായിട്ടും അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതാണ് അദ്ദേഹം ഒരു കള്ള രാഷ്ട്രീയക്കാരനല്ല, ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പുരോഹിതനാണ്. അവർക്ക് വലിയ തട്ടിപ്പ് വഞ്ചനയും വാക്കുകൊണ്ട് കഷ്ടം അറിയില്ല. അതാണ് അദ്ദേഹത്തെ പറ്റിയ തെറ്റ്. അതൊക്കെ നമ്മൾ പരിധി ക്ഷമിക്കാവുന്നുള്ളൂ, അതൊക്കെ അല്ല തന്തമായിട്ട് കണ്ട. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി 10 ഇറക്കിയതുപോലെ മുസ്ലിം ലീഗ് മുസ്ലിം എൻ്റെ പേരിട്ടതുപോലെ 2 വലിയ തെറ്റ് സമുദായത്തിൽ കാണിച്ച് ആ 2ൻ്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞില്ല, മുസ്ലിം ലീഗിൻ്റെ കാര്യമൊക്കെ പിന്നെ കൈ പിടിച്ച് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കി ചിന്തിക്കുന്നവർ പറയുന്നുണ്ട്. അതൊക്കെ അവർ ചെയ്യട്ടെ, നമുക്ക് അത് കുഴപ്പമില്ല. വേറെ ഒരു പോരായി മുസ്ലിം സമുദായത്തെ ലീഗിനോട് ഇരിക്കും, ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല. അവർ ആ മുസ്ലിം എൻ്റെ പേര് മാറ്റി അവർക്ക് നല്ല മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല പോട്ടെ. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് ചെയ്യണം. പ്രത്യേകം ഒരു കാര്യം പറഞ്ഞ് നമ്മൾ നിർത്താണ്. 33 സീറ്റ് LDF ഈഴ വിഭാഗത്തിൽ കൊടുക്കണം, ഞങ്ങൾ ചെക്ക് ചെയ്യും. 47 സീറ്റ് UDF മുസ്ലിം സമുദായത്തിൽ കൊടുക്കും. ആർക്ക് കൊടുക്കണം, ഇവിടെ കൊടുക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല, അതൊന്നും നമുക്ക് ആർക്കില്ല. നിങ്ങൾ ആർക്കും കൊടുത്തോ, അതൊന്നും കുഴപ്പമില്ല. അത്ര പേരുണ്ടായിരിക്കണം, ആകെ ജനസംഖ്യക്ക് ആനുപാതികമാകുള്ളൂ. അപ്പോൾ നീതി ലഭിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സ്വാധീനം വെച്ച് കിട്ടുന്നവർ പങ്കിട്ട് പണ്ട് 95 സീറ്റും ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുത്തോലെ സോണിയാഗാന്ധിയുടെ ഭരണകാലത്ത് 10 സീറ്റിൽ 6 സീറ്റ് കേരളത്തിൽ കത്തോലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഭരണത്തിന് വോട്ട് ചെയ്യാൻ കാലത്ത് അവർ ചിന്തിക്കും. അവർ പറഞ്ഞത് ഞങ്ങൾ ചിന്തിക്കും. അല്ല ഞാൻ ജയിക്കുന്നത് ഞാനല്ല, എൻ്റെ ഗ്രൂപ്പും പിന്നെ ഈ സമുദായം അത് എന്നെ അറിയിക്കും. ഞാൻ ഇതുപോലെ വിളിച്ചു വായിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്താം. അതായത് ഈഴവ മുസ്ലിം അങ്ങനെ ജാതി പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ ആയിപ്പോയി ഇതിൻ്റെ ഈഴവ മുസ്ലിം പിന്നെയുള്ള OBC അതിൻ്റെ 10 സംഘടനകളുണ്ട്. അത് ചേർത്തുള്ള ഒരു പ്രസ്ഥാന രൂപം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺവെൻഷൻ വിളിക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ രംഗത്ത് വരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.